എനിക്ക് ലോക്സഭയേക്കാളും നിയമസഭയേക്കാളും രാജ്യസഭയേക്കാളും എനിക്കിഷ്ടം ഗ്രാമസഭയാണ്. മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കര ഇത്തവണ അടാട്ട് മത്സരിക്കുന്നു. ഗ്രാമസഭകളാണ് ഇഷ്ടം. അല്ല, ഞാൻ നേരത്തെ എനിക്ക് 2011 നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ യുവരാജ് സിംഗിൻ്റെ ഒപ്പം CNN IBN അവാർഡ് വാങ്ങിയിരുന്നു. അന്ന് എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് ലോക്സഭയേക്കാളും നിയമസഭയേക്കാളും രാജ്യസഭയേക്കാളും എനിക്കിഷ്ടം ഗ്രാമസഭയാണ്. അത് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. മത്സരിക്കില്ല എന്നൊരിക്കൽ പറയുന്നല്ലോ, അതിനുശേഷം അതിൽ മാറ്റം വന്നാണോ? അല്ല, അത് ഞാൻ ഇന്ന് രാവിലെ 5 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. 2021 മെയ് മാസം 5-ാം തീയതി പോസ്റ്റാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതം അടാട്ടുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അടാട്ടേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അവിടെ മത്സരിക്കണമോ എന്ന ചോദ്യം അതിനകത്ത് കൃത്യമായി ഉണ്ടായിരുന്നു. അടാട്ടുകാർ എന്നോട് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇടത്തിലാണ് മത്സരിക്കാൻ പറഞ്ഞത്. ഞാൻ അവിടെ മത്സരിക്കുകയാണ്. അതാണ് എൻ്റെ ഉത്തരം. അവിടെ ഒരു ഡിവൈഡർ അടിച്ചു പൊളിക്കുന്ന സംഭവം ഈയിടെ ഉണ്ടായി. അതും ഈ അടാട്ടിലെ ജനതയുടെ ആവശ്യം പരിഗണിച്ചതിനായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അടാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മുതുവറ ശിവക്ഷേത്രവും അതിനോട് ചേർന്ന മിൽക്ക് സൊസൈറ്റിയും റേഷൻ കടയൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തുറന്ന് പോകണം, അതല്ലെങ്കിൽ അപ്പുറത്തെ കുറ്റൂർ വഴി കടന്നു പോകണം. ഞാൻ ഒരു ദിവസം രാവിലെ ചെല്ലുമ്പോൾ അതെല്ലാം അടച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അടാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ എനിക്ക് അവിടെ ഉണ്ടായി. ആ നേരത്ത് ഞാൻ MLA ആയിരുന്നോ, KPCC ജനറൽ സെക്രട്ടറി ആണോ, AICC അംഗമാണോ എന്ന് എനിക്ക് തോന്നിയില്ല. അടാട്ടുകാർക്ക് വേണ്ടി ഞാനത് ചെയ്തു. അതിനുശേഷം പോലീസ് സന്നാഹത്തോടുകൂടി അവർ കെട്ടി. ഒരു സംശയം വേണ്ട, ഡിസംബർ മാസം 13-ാം തീയതി കഴിഞ്ഞാൽ ക്രിസ്മസ് സമ്മാനമായി ആ നട ഞാൻ തുറന്നു കൊടുക്കും. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ CPM ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്തൊക്കെ മത്സരം എങ്ങനെയായിരിക്കും അടാട്ടിൽ നിന്നാണ് കരുതുന്നത്? അല്ല, അവിടെ CPM എന്നല്ല ഭരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 7 കോൺഗ്രസ് മെമ്പർമാരുണ്ടായി, 6 CPM മെമ്പർമാരുണ്ടായി, ഒരു CPI മെമ്പർ ഉണ്ടായി, ഒരു വിമത CPM മെമ്പർ 1-ാം വാർഡിൽ. അവനവിടെ അവൻ്റെ ഭാര്യ ഇപ്പോൾ 1-ാം വാർഡിൽ റിബലായി മത്സരിക്കുന്നത്. അവൻ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾക്ക് 8-ഉം CPM-ന് 6-ഉം CPIക്ക് 7-ഉം 3 BJP മെമ്പർമാരുമായിരുന്നു. അങ്ങനെ അവർ 9 പേര് കൂടിയാണ് ഭരിച്ചത്. അത് ഒരു ചെറിയ തെറ്റ് അടാട്ടുകാർക്ക് സംഭവിച്ചു. അത് തിരുത്തണം. എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ.